2 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പഴം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് ഓരോ തവിയായിട്ട് ഒരു മുട്ട മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പഴം ഇതുപോലെ നിരത്തി വെക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. വീണ്ടും പഴം വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു 3-4 ലെയർ ആയിട്ട് എടുക്കുമ്പോഴേക്കും ആ ഒരു മുട്ട മിക്സും പഴമൊക്കെ തീരുട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് 2 ഭാഗം ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തുവിടാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പൊടികളൊന്നും ചേർക്കാതെ പഴം, മുട്ട എന്നിവ കൊണ്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒരു പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരല്പം തേങ്ങാ ചിരവിയതും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മുട്ടയിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാനിവിടെ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അടുത്ത ബ്രെഡും കൂടെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെയും പാലുടെയും മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നെയ്യിൽ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പഴം കൊണ്ട് എപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു 3 പഴം കുക്കറിൽ 2 വിസിൽ അടിച്ചൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള തേങ്ങ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് മുട്ട മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 സൈഡും നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സ്കൂളിൽ തരുന്ന കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പലഹാരമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. 2 പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കുക. ചെറിയ പഴം ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇതിലേക്കൊരു ബ്രെഡ് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നെയ്യ് തടവി കൊടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പാൻ കേക്കുകളായിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്നും കുട്ടികൾക്ക് ബേക്കറിയൊക്കെ കൊടുത്ത് വിടുന്നതിന് പകരം ഇതുപോലെയൊക്കെ കൊടുത്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിലെപ്പോഴും ഉണ്ടാവാറുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും മധുരത്തിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരല്പം ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഓരോ പഴക്കഷ്ണങ്ങളായിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള കായും മുട്ടയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പലഹാരം. അതിനുവേണ്ടി 2 മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് 2 പഴം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴം വാട്ടി കഴിയുമ്പോൾ ഇതിന് നടുവിലേക്കായിട്ട് മുട്ടയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിക്കിയെടുക്കുക. ഇതുപോലെ 2-3 തവണ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുട്ട മുഴുവനായിട്ട് തീരും കേട്ടോ. ശേഷം നമുക്ക് പഴവും മുട്ടയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന അടിപൊളി പലഹാരമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ട് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് പഴം, മുട്ട, അരിപ്പൊടി, ശർക്കരപ്പാനി, 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റവ, ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. പഞ്ചസാരയും മൈദയൊക്കെ ചേർത്തിട്ടുള്ള സ്നാക്കുകളൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളതുണ്ടോ, പഞ്ചസാര ചേർക്കാത്ത സ്നാക്ക് വേണം, അതുപോലെ മൈദ ചേർക്കാത്ത സ്നാക്കൊക്കെ വേണം, എണ്ണയിൽ മുക്കി പൊരിക്കാത്ത സ്നാക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കാതെ അതുപോലെ പഞ്ചസാരയോ മൈദയോ ഒന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്നത്തേത്. ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത ശേഷം ഇതിലേക്ക് പഴം ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അവല് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം.
മുട്ടയും പഴമൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് പാല്, മുട്ട, പഴം, പഞ്ചസാര, ഏലക്കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നെയ്യിലേക്ക് തേങ്ങ ചിരവിയതും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിൽ ഒരല്പം നെയ്യാക്കി കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്ന് പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് 2 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം ഫില്ലിങ്ങും കാഷ്യൂ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു പഴയ പാന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴം കൊണ്ട് മിക്സിയിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ഒരു തവണ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു പഴം കട്ട് ചെയ്തതും 3 മുട്ടയും 1 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ബ്രെഡും കൂടെ ചേർത്ത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് അല്പം നെയ്യ് തടവി കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കുക. ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇനി ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കണം. നല്ല പഴുത്ത കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ കഴിയില്ലെങ്കിൽ അത് കളയണ്ട കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഓപ്ഷനിലാണ് കേട്ടോ. അധികം പഴുത്ത പഴം അല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി പഴം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ പഴവും അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു തേങ്ങാക്കൂട്ട് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ ഓയിലിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നല്ല പഴുത്ത പഴം കൊണ്ട് നമ്മുടെ മനസ്സും വയറും നിറയുന്ന, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കണ്ടു നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങയിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പഴവും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ചു കൊടുത്ത ശേഷം നമുക്കൊരു മൈദപ്പശ തയ്യാറാക്കി എടുക്കണം. മൈദയിലേക്ക് വെള്ളം ഒഴിച്ച് ഈ ഒരു കട്ടിയിൽ തയ്യാറാക്കി എടുത്തിട്ട് ആ ഒരു ഫില്ലിങ്ങിന്റെ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഏറ്റവും സന്തോഷമുള്ള ദിവസം രാവിലത്തെ ദോശമാവ് ബാക്കി ഉണ്ടാവുന്ന ദിവസങ്ങളാണ് കേട്ടോ. സ്കൂൾ ഇട്ട് വരുന്ന മക്കൾക്ക് ഇത് വെച്ചിട്ട് അധികം മെനക്കേടില്ലാതെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുത്താൽ മതിയാവും. ദോശമാവ് പരത്തി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പഴവും കുറച്ച് പഞ്ചസാരയും നെയ്യും ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പഴവും മുട്ടയും ഇരിപ്പുണ്ടോ? എന്നാൽ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കും പെട്ടെന്ന് കയറി വരുന്ന വിരുന്നുകാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ഉണ്ട് നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു റെസിപ്പി കാണുന്നതെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അതുപോലെ ഈ റെസിപ്പി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം കൊണ്ട് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് വേറെയും 1-2 ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ടയും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പഴവും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഉടച്ചെടുക്കുക. ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് ഉടച്ച് പേസ്റ്റ് ആക്കിയൊന്നും എടുക്കണ്ട. ഈ ഒരു പഴമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഉടച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കായപ്പൊടിക്ക് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്തെടുക്കുക കേട്ടോ. ആ ഒരു മുട്ടയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്രെഡിലേക്കും തേങ്ങയിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തത്.
ഇനി ഈ ഒരു ബ്രെഡ് ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു ബ്രെഡ് ഈ ഒരു മുട്ടയിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടാണ് ഉള്ളത് മാവ്, അതുകൊണ്ട് ഞാനിവിടെ ഒരു ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഓയിൽ ചൂടാക്കി ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ പൊക്കവടയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പഴവും മുട്ടയും ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒരുപാട് വേവിച്ചെടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ മുകൾ ഭാഗമൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ.